മഴ സമയത്തായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഒരു ചെറിയ കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സൗണ്ട് കേട്ടപ്പോൾ ഒന്ന് നോക്കിയതാണ്. സൗണ്ട് കേട്ടപ്പോൾ നോക്കിയപ്പോൾ പിന്നെ ഇവിടെ വണ്ടി വീണ് കിടക്കുന്നുണ്ടായിരുന്നു. വീണ് കിടന്ന് അപ്പോൾ എല്ലാവരും കൂടി അപ്പോൾ ബൈക്കിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. അവരൊക്കെ കൂടി എല്ലാവരും വന്ന് ഒക്കെ പിടിച്ച് എണീപ്പിച്ചു. വണ്ടിയൊക്കെ മാറ്റി പുള്ളിക്കാരുടെ ദേഹത്തായിരുന്നു വണ്ടി കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നോക്കിയപ്പോൾ ഈ കുഴിയിൽ പെട്ടിട്ടാണ് അങ്ങനെ മറിഞ്ഞത്. ഈ കുഴി പെട്ടാണ് മറിഞ്ഞതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു പറക്കുന്നം എന്ന് പറയുന്ന പ്രദേശത്താണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇതൊരു പ്രധാന റോഡാണ്. നിരന്തരം ഇവിടെ വാഹനങ്ങൾ വരുന്ന ഒരു വഴിയാണ്. ഈ വഴിയിൽ ഈ ഒരു സൈഡിലായാണ് ഈ ഒരു കുഴിയുള്ളത്. ഈ ഒരു അപകടം സംഭവിച്ച കുഴി ഉള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ ഒരു മാസങ്ങൾ മുൻപാണ് ജല അതോറിറ്റി പൈപ്പ് ഇടുന്നതിന് വേണ്ടി ഈ ഒരു കുഴി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇത് ഭാഗികമായി മാത്രമേ മൂടിയിട്ടുണ്ടായിരുന്നുള്ളൂ. നിരന്തരം ഇതിലേക്ക് ഒരു വാഹനം വീണാൽ അപകടം പറ്റുന്ന നിലയിലാണ് ഈ കുഴിയുള്ളത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടി ജോലി കഴിഞ്ഞ് പോവുകയായിരുന്നു സുധാകരൻ. അദ്ദേഹം വരുന്ന വഴി ഈ കുഴിയിലേക്ക് അദ്ദേഹം സഞ്ചരിച്ച ഇരുചക്ര വാഹനം വീഴുകയായിരുന്നു. തെറിച്ചു വീണ സുധാകരന്റെ തലയ്ക്ക് പരിക്കേൽക്കുകയും പിന്നീട് അദ്ദേഹത്തെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും മാസങ്ങളായി ഈ ഒരു കുഴി മൂടണം എന്നുള്ള ഒരു ആവശ്യം നാട്ടുകാർ ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അധികൃതരുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു നടപടി പോലും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ഒരു ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ഏതായാലും ഈ സംഭവം കണ്ട ഒരു ദൃക്സാക്ഷി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഇന്നലെ ഒരു 7-7:30 മണി മഴ സമയത്തായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഒരു ചെറിയ കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സൗണ്ട് കേട്ടപ്പോൾ ഒന്ന് നോക്കിയതാണ്. സൗണ്ട് കേട്ടപ്പോൾ നോക്കിയപ്പോൾ പിന്നെ ഇവിടെ വണ്ടി വീണ് കിടക്കുന്നുണ്ടായിരുന്നു. വീണ് കിടന്ന് അപ്പോൾ എല്ലാവരും കൂടി അപ്പോൾ ബൈക്കിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. അവരൊക്കെ കൂടി എല്ലാവരും വന്ന് ഒക്കെ പിടിച്ച് എണീപ്പിച്ചു. വണ്ടിയൊക്കെ മാറ്റി പുള്ളിക്കാരുടെ ദേഹത്തായിരുന്നു വണ്ടി കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നോക്കിയപ്പോൾ ഈ കുഴിയിൽ പെട്ടിട്ടാണ് അങ്ങനെ മറിഞ്ഞത്. ഈ കുഴി പെട്ടാണ് മറിഞ്ഞതാണ്. അപ്പോൾ വളരെ സ്ലോ ആയിട്ടാണ് പുള്ളിക്കാരൻ വന്നിരിക്കുന്നത് തോന്നുന്നത്. അതുകൊണ്ട് ഒരുപാട് തെറിച്ചൊന്നുമില്ല. അവിടെ അടുത്ത് തന്നെയാണ് വീണ് കിടക്കുന്നുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും കൂടി വന്ന് പിടിച്ച് എണീപ്പിച്ച് പിന്നെ നോക്കുമ്പോൾ എണീക്കുന്നില്ല. അങ്ങനെ തന്നെ ഇരിക്കുക. പുള്ളിക്കാരൻ അങ്ങനെ കഴുത്തൊക്കെ ഒന്ന് താദ്യം കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഹെൽമെറ്റൊക്കെ ഇട്ടുണ്ട്. പിന്നെ ഒരു ഓട്ടോറിക്ഷ ആരെ കുടുംബക്കാരൻ ആരെ വിളിച്ചു തോന്നും ഫോണിൽ നിന്ന്. അതിൻ്റെ നമ്പർ എടുത്ത് വിളിച്ചിട്ട് ആരെ വന്നിട്ട് പിന്നെ പുള്ളി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ ഒരു 6 മണിക്കൂറിന് ശേഷം അവരുടെ ബന്ധുക്കളാരെ വന്നിട്ട് ബൈക്കിന്റെ ചാവി ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി വല്ല വണ്ടി അടിച്ചത് മൂടണം എന്നുള്ളൊരു ആവശ്യം നിരന്തരം ഉന്നയിച്ചു. ആവശ്യം ഇവിടുത്തെ ആൾക്കാരുടെ ആവശ്യം തന്നെ. കാരണം ഇങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ ശരിയല്ലല്ലോ. കാരണം ഇത് അടച്ചിടണല്ലോ. ഇതിപ്പോ തുറന്നു കഴിഞ്ഞ് പറഞ്ഞാൽ അത് അടച്ചിടേണ്ട കടമ അവരുടെ ഉണ്ടല്ലോ. കാരണം തുറന്നിട്ട് ബൈക്കുകൾ വീഴില്ല, വണ്ടികൾ വീഴില്ല എന്ന് തന്നെ ഉറപ്പ്. മഴ പെയ്തതോടുകൂടി കുഴിന്റെ ആഴം കൂടിയതാണ്. അത് മെറ്റലൊക്കെ ഇട്ടുണ്ടായിരുന്നാണ് മേലെ. അപ്പൊ മഴ പെയ്തപ്പോൾ ഒന്ന് ഇരുന്നപ്പോഴാണ് ആ സംഭവം വണ്ടി മറിയാൻ കാരണം. ഇല്ല പറഞ്ഞപ്പോ ഇങ്ങനെ സംഭവിക്കില്ല. ഞാൻ കൊണ്ടുവന്ന് വെച്ചതാ ഇതൊക്കെ ഇന്നലെ. ഇത് പിന്നെ അപകടത്തിന് ശേഷമാണോ ഇങ്ങനെയൊക്കെ ഇതൊക്കെ എടുത്തിട്ട്? കാരണം ഇന്നൊരാൾ വീഴാൻ പാടില്ലല്ലോ അവിടെ. ഇവിടെയൊക്കെ ആക്സിഡന്റ് ഇടയ്ക്കിടെ നടക്കുന്ന സംഭവങ്ങളാണ്. നാട്ടുകാരുടെ ആവശ്യം അധികൃതരൊന്ന് അംഗീകരിച്ചിരുന്നെങ്കിൽ ഈ ഒരു അപകടം ഉണ്ടാവില്ലായിരുന്നു. ഒരിക്കലും ഉണ്ടായില്ല. അത്തരത്തിലാണ് ഇപ്പോൾ ഈ കുഴി കുറച്ചൊക്കെ ഭാഗികമായി ഒന്ന് മൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മഴ പെയ്തതിന്റെ പിന്നാലെ കുഴിയുടെ ആഴം കൂടുകയായിരുന്നു. അങ്ങനെ ഈ ഒരു അപകടം സംഭവിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഏതായാലും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉടൻ തന്നെ അടിയന്തരമായ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ നിരന്തരം വാഹനം വിടുന്ന ഇവിടെ വീണ്ടും അപകടം സംഭവിച്ചേക്കാം.